ലോകത്ത് ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് കാർഡുള്ള വ്യക്തി ഒരു ഇന്ത്യക്കാരനാണെന്ന കാര്യം നിങ്ങൾക്കറിയുമോ? 1638 ക്രെഡിറ്റ് കാർഡുകളുള്ള അദ്ദേഹത്തിന് 2021 ഏപ്രിലിൽ ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് കാർഡുള്ള ഉടമയെന്ന ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കിയിരുന്നു. പേര് മനീഷ് തമേജ. ഈ ക്രെഡിറ്റ് കാർഡുകൾ തന്റെ വരുമാന മാർഗമായി ഉപയോഗിച്ച് ജീവിതം ആസ്വദിക്കുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഷോപ്പിങ്ങിനും ബില്ലുകൾ പേ ചെയ്യുന്നതിനും ഒരു പരിധി കൊണ്ടുവരാൻ സഹായിക്കുന്നതാണ് ക്രെഡിറ്റ് കാർഡുകൾ എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ തമേജയുടെ കഥ ഇതിനെല്ലാം മാറ്റിമറിക്കുന്നതാണ്. ഈ കാർഡുകൾ ഉപയോഗിച്ച് യാത്രാ ആനുകൂല്യങ്ങൾ, ഹോട്ടൽ വാസം, സുഗമമായ ബില്ലടക്കൽ സൗകര്യം എന്നിവയെല്ലാം ₹1 പോലും കടമില്ലാതെയാണ് അദ്ദേഹം ചെയ്യുന്നത്. ക്രെഡിറ്റ് കാർഡിലൂടെ ലഭിക്കുന്ന ഭൂരിഭാഗം റിവാർഡുകളും ക്യാഷ് ബാക്കുകളുമാണ് ഇതിന് സഹായിക്കുന്നതെന്നാണ് മനീഷ് തമേജ അവകാശപ്പെടുന്നത്. 2016 നോട്ട് നിരോധന കാലഘട്ടത്തിലെ തന്റെ അനുഭവവും അദ്ദേഹം വിവരിക്കുന്നുണ്ട്. 500ന്റെയും 1000ന്റെയും നോട്ടുകൾ നിരോധിച്ച സമയം ആളുകൾ ബാങ്കുകൾക്ക് മുന്നിൽ ATMന് മുന്നിലും ക്യൂ നിൽക്കുകയായിരുന്നു. UPIക്ക് വലിയ പ്രചാരമില്ലാത്ത ആ കാലത്ത് താൻ ക്രെഡിറ്റ് കാർഡുകളെ ആശ്രയിച്ചും ഡിജിറ്റൽ പേയ്മെന്റ് നടത്തിയും വീട്ടിൽ വിശ്രമിക്കുകയായിരുന്നു എന്നാണ് തമേജ പറയുന്നത്. കാൺപൂരിലെ CSJM സർവകലാശാലയിൽ നിന്നും ഫിസിക്സ്, കെമിസ്ട്രി, ഗണിതം എന്നിവയിൽ BScയും ലക്നൌവിലെ ഇന്റഗ്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും MCAയും ബിരുദാനന്തര ബിരുദവും നേടിയിട്ടുള്ള വ്യക്തിയാണ്. അധികമായി പണം ചിലവാക്കാനുള്ള ഉപകരണമല്ല ക്രെഡിറ്റ് കാർഡുകൾ, മറിച്ച് കൃത്യവും സമർത്ഥവുമായും ഉപയോഗിച്ചാൽ അതിൽ നിന്നും വരുമാനം ഉണ്ടാക്കാമെന്നാണ് തമേജ സ്വന്തം അനുഭവം വിവരിച്ച് വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ 5 വർഷ കാലയളവിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗം ഇരട്ടിയായി എന്നാണ് RBI വ്യക്തമാക്കുന്നത്. 2019 5.53 കോടിയാണ് ക്രെഡിറ്റ് കാർഡ് ഉപഭോക്താക്കളെങ്കിൽ 2024 ഡിസംബറിൽ അത് 10.80 കോടിയായി ഉയർന്നുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്.